Next topic is CPU scheduling. Okay, CPU scheduling is the process of determining which process will actually run when there are multiple runnable processes. CPU scheduling എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രോസസ്സ് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഏത് പ്രോസസ്സാണ് ആക്ച്വലി സി പി യുക്ക് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, ഏത് പ്രോസസ്സിനാണ് സി പി യു ആക്ച്വലി അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സി പി യു ഷെഡ്യൂളിംഗ്. അതായത് സി പി യു ഏത് പ്രോസസ്സിനാണ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ടത്, ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അതിനെ അങ്ങനെ ഡിസൈഡ് ചെയ്യേണ്ടത്, ആ പ്രോസസ്സാണ് സി പി യു ഷെഡ്യൂളിംഗ്. ഓക്കെ, ക്ലിയർ? CPU scheduling is the process of determining which process will actually run when there are multiple runnable processes. One process alone, there is no confusion. So, we multi programming support ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് റൺ ചെയ്യുന്നതായിട്ടുണ്ടാവും. സോ ഏത് പ്രോസസ്സിനാണ് സി പി യു അലോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ സി പി യു ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഓക്കെ, സോ ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് സി പി യു ഷെഡ്യൂളിംഗ്. Process execution consists of cycle of CPU execution, input, output, wait. The process alternate between these two states. നമുക്കറിയാം ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് ടൈം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് സൈക്കിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഒന്ന് സി പി യു ബേസ്റ്റ് എക്സിക്യൂഷൻ സൈക്കിൾ, സി പി യു ടൈം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റ്. ഒന്ന് ആ പ്രോസസ്സ് സി പി യുവിന് ഹോൾഡ് ചെയ്തിട്ട്, അതായത് സി പി യു ആണ് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. സോ സി പി യു ടൈം ആയിരിക്കും. ബാക്കി ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. സോ എ വെയിറ്റിംഗ് ടൈം. ആ സമയത്ത് സി പി യുവിൻ്റെ ആവശ്യമില്ല, ശരിക്കും അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ ദ ഇൻപുട്ട് ഔട്ട്പുട്ട്. ബട്ട് അത് ഇൻപുട്ട് ഔട്ട്പുട്ട് എപ്പോഴാണോ കിട്ടുന്നത് അതിന് ശേഷം മാത്രമേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ സി പി യുവിനെ റിലീസ് ചെയ്യാനും സാധിക്കില്ല, കാരണം പ്രോസസ്സ് ടെർമിനേറ്റ് ആയിട്ടില്ല. പക്ഷെ ആ സമയത്ത് സി പി യു ഐഡിലാണ്, ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ടൈം ഡിവൈസസ്. സോ അതുകൊണ്ടാണ് ഒരു പ്രോസസ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സി പി യു സൈക്കിൾ ടൈം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റ് ടൈം. ബട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റ് ടൈമിൽ ഒരിക്കലും സി പി യു ആവശ്യമില്ല, ഇറ്റ് ഈസ് ബിക്കം ഐഡിൽ. ഓക്കെ, ഓൾവേസ് നമ്മളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ സി പി യു ടൈം തന്നെയായിരിക്കും. സി പി യു ആയിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ബേഴ്സ് ടൈമിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമുക്ക് സി പി യു ഷെഡ്യൂളറാണ്. സോ വട്ട് ഈസ് ഷെഡ്യൂളർ? നമ്മളത് ഷെഡ്യൂൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഷെഡ്യൂളർ. വെനെവർ സി പി യു ബിക്കംസ് ഐഡിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് സെലക്ട് വൺ ഓഫ് ദ പ്രോസസ് ഇൻ ദ റെഡി ക്യൂ ടു ബി എക്സിക്യൂട്ടഡ്. ദാറ്റ് ഈസ് സി പി യു ഷെഡ്യൂളർ. ഓക്കെ, അതായത് നമുക്കറിയാം സി പി യുൻ്റെ ഒരു ആവശ്യം ഇല്ലാതിരിക്കുന്ന സമയത്ത്, ദാറ്റ് ഈസ് സി പി യു ബിക്കം ഐഡിൽ, സി പി യു ഐഡിലായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഷോർട്ട് ടേം ഷെഡ്യൂളർ സി പി യുനെ വേറൊരു പ്രോസസ്സിനെ റെഡിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുന്ന വേറൊരു പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. ദാറ്റ് ഷെഡ്യൂളർ ഈസ് കോൾഡ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഓക്കെ, വെനെവർ സി പി യു ബിക്കംസ് ഐഡിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് സെലക്ട് വൺ ഓഫ് ദ പ്രോസസ് ഇൻ റെഡി ക്യൂവിലുള്ള ഒരു പ്രോസസ്സിനെ എടുത്തിട്ട് അതിനെ സി പി യു അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദാറ്റ് വൺ ഓഫ് ദ ഷെഡ്യൂളർ സി പി യു ഷെഡ്യൂളർ. സോ ഈ ഷെഡ്യൂളർ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ ഓൾറെഡി. അതായത് റെഡി ക്യൂവിൽ നിന്ന് സി പി യുവിനെ പ്രോസസ് സ്റ്റേറ്റിലേക്ക്, റെഡി ക്യൂവിലുള്ള പ്രോസസ്സിനെ സി പി യു അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഷെഡ്യൂളറാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഓക്കെ, ദാറ്റ് ഈസ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഷോർട്ട് ടേം ഷെഡ്യൂളർ സെലക്ട് എമംഗ് പ്രോസസ് ഇൻ മെമ്മറി ദർ ആർ റെഡി ടു എക്സിക്യൂട്ട് ആൻഡ് അലോക്കേറ്റ് സി പി യു ടു ദ വൺ ഓഫ് ദം. ഷോർട്ട് ടേം ഷെഡ്യൂളർ റെഡി ക്യൂവിൽ നിന്ന് പ്രോസസ്സിനെ സെലക്ട് ചെയ്തിട്ട് സി പി യു അതിലേക്ക് അലോട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ റെഡി ക്യൂ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റെഡി ക്യൂ എന്ന് പറഞ്ഞാൽ ദറ്റ് മേ ബി FIFO queue, that is FIFO queue means first in first out queue ആയിരിക്കാം. മേ ബി എ പ്രയോറിറ്റി ക്യൂ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്ന പ്രോസസ്സിനായിരിക്കും ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് FIFO ക്യൂ. ചിലപ്പോൾ പ്രയോറിറ്റി ക്യൂ ആയിരിക്കും. പ്രയോറിറ്റി ക്യൂ എന്ന് പറഞ്ഞാൽ ഓരോ പ്രോസസ്സിനും ഓരോ പ്രയോറിറ്റി ഉണ്ടായിരിക്കും. സോ പ്രയോറിറ്റി ബേസിലായിരിക്കും ആ ക്യൂവിൽ നിന്ന് പ്രോസസ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട് ചെയ്യുന്നത്. മേ ബി ഒരു ട്രീ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലായിരിക്കും അതോട് ക്യൂ പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. മേ ബി ഒരു അൺഓർഡേർഡ് ലിങ്ക് ലിസ്റ്റ്. സോ ഇത്രയും ഓപ്ഷൻസ് ആണ് റെഡി ക്യൂവിനുള്ളത്. അത് ഓരോ പ്രോസസ്സിലും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ചിട്ട് ആ റെഡി ക്യൂവിൽ നിന്ന് പ്രോസസ്സ് സെലക്ട് ചെയ്തിട്ട് സി പി യുവിനെ അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, മേ ബി FIFO ക്യൂ, പ്രയോറിറ്റി ക്യൂ, ട്രീ സ്ട്രക്ചർ ആൻഡ് അൺഓർഡേർഡ് ലിങ്ക് ലിസ്റ്റ്. സി പി യു ഷെഡ്യൂളിംഗ് ഡിസിഷൻസ്. സി പി യു
ഡിസിഷൻസ് എടുക്കുന്നത്, ഷെഡ്യൂളിംഗ് ഡിസിഷൻ എടുക്കുന്ന 4 സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് CPU ഷെഡ്യൂൾ ചെയ്യേണ്ടത്, ഷെഡ്യൂളർ വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എപ്പോഴാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഒന്ന്, when a process switches from running state to waiting state. റണ്ണിങ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു പ്രോസസ്സിനെ പെട്ടെന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ then there is a chance of CPU become idle. Okay, that time CPU has to take a decision, that is CPU should allocate new process to CPU. CPU scheduler should allocate a process to CPU. Okay, so that is an input output request. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് റൈസ് ചെയ്ത് നമ്മൾ ആ പ്രോസസ് സ്റ്റേറ്റ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് റൈസ് ചെയ്യുന്നത്. സോ എ പ്രോസസ് സ്വിച്ചസ് ഫ്രം റണ്ണിങ് സ്റ്റേറ്റ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. CPU should work it. Okay, when a process switches from running state to ready state. ഇനി റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു പ്രോസസ്സിനെ റെഡി സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ, ദാറ്റ് റണ്ണിങ് സ്റ്റേറ്റിലുള്ള പ്രോസസ്സിനെ റെഡി സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ദ CPU scheduler should take a decision. ദാറ്റ് ഈസ്, അതായത് റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ CPU യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് an interrupt occurs. ഓക്കെ, ആ ഒക്യൂർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു റെഡി സ്റ്റേറ്റ്. വേറൊരു ഇൻട്രപ്റ്റ് വന്നപ്പോൾ ആ പ്രോസസ്സിനെ ഫോഴ്സ്ഫുള്ളി അത് റെഡി സ്റ്റേറ്റിലേക്ക് പോകേണ്ടി വന്നു. സോ ദാറ്റ് ടൈം ഓൾസോ CPU scheduler should work. When a process switches from waiting state to ready state. ഒരു പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ, അതായത് വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് റൈസ് ചെയ്യുന്ന സമയത്താണ് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ആ സമയത്ത് അത് കംപ്ലീഷൻ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ആ ഒരു റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബാക്ക് ടു റെഡി സ്റ്റേറ്റ്. സോ ദാറ്റ് ഈസ് അനദർ പ്രോസസ്, that another time which has to take decision, that is when a process switches from waiting state to ready state. Okay, and the fourth one is when a process terminate, that is lastly when a process terminate. Okay, ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ 4 സിറ്റുവേഷൻസ് ആണ് CPU ഷെഡ്യൂളർ ഡിസിഷൻസ് എടുക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു വേറൊരു പ്രോസസ്സിനെ സെലക്ട് ചെയ്യേണ്ട സമയം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. എന്താണ് നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്, എന്താണ് പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്? നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ വൺസ് എ CPU ഹാസ് ബീൻ അലോക്കേറ്റഡ് ടു എ പ്രോസസ്, ദ പ്രോസസ് കീപ്സ് CPU until its termination and its transition to the block state. നോൺ പ്രിയംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫോഴ്സ്ഫുള്ളി ഷെഡ്യൂൾ ചെയ്യാതിരിക്കുക. അതായത് ഒരു പ്രോസസ്സിനെ CPU അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസസ് എൻറ്റയർലി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ അതൊരു ബ്ലോക്ക് സ്റ്റേജിലേക്ക്, അതൊരു ഡെഡ് സ്റ്റേജിലേക്ക് പോകുന്നത് വരെ ആ CPU ആ പ്രോസസ്സിനെ ഹോൾഡ് ചെയ്തിരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. നോട്ട് ഫോഴ്സ്ഫുള്ളി ഷെഡ്യൂൾ ചെയ്യാതിരിക്കുക. Preemptive scheduling. Preemptive scheduling is even if the CPU has been allotted to a certain process, it has been snatched from that process at any time, either due to a time constraint, due to a priority reasons. Okay. Preemptive scheduling എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു പ്രോസസ്സിനെ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പ്രോസസ്സിൽ നിന്ന് അത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു പെർട്ടിക്കുലർ റീസൺ കാരണം വേറൊരു പ്രോസസ്സിനെ അലോട്ട് ചെയ്ത് കൊടുക്കുക. ഫോഴ്സ്ഫുള്ളി നമ്മളത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുക. ദാറ്റ് ഈസ് പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ ആ പ്രോസസ്സിൻ്റെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ പ്രോസസ്സിന് CPU അലോട്ട് ചെയ്ത് കൊടുക്കുക. മേ ബി ഒരു ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഹൈ പ്രയോറിറ്റി പ്രോസസ്സ് വന്നതുകൊണ്ടാവാം നമ്മളങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ആർ 2 ടൈപ്പ് ഷെഡ്യൂളിംഗ്, പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആൻഡ് നോൺ പ്രിയംപ്റ്റീവ്. പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു പ്രോസസ്സ് CPU ഹോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ തട്ടിപ്പറിച്ച് വേറെ ആൾക്ക് കൊടുക്കുക. നോൺ പ്രിയംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യാതെ ആ പ്രോസസ്സ് എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത്, എത്ര ടൈം എടുത്താലും അത് ഫുൾ എൻറ്റയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം അടുത്ത പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് പ്രോബ്ലംസ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ്? നമ്മളിങ്ങനെ ഫോഴ്സ്ഫുള്ളി ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ആണ് റേസ് ചെയ്യുന്നത്? പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഇറ്റ് വെരി കോസ്റ്റ്ലി ആൻഡ് കമ്പയർ ടു നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ബിക്കോസ് ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റ്സ്. നമുക്ക് എപ്പോഴും പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം കോസ്റ്റ്ലിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് വേറൊരു പ്രോസസ്സിനെ CPU അലോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും വി ഹാവ് ടു സേവ് അല്ലേ? ആ പ്രോസസ്സിൻ്റെ എല്ലാ സിറ്റുവേഷൻസും നമ്മളത്
സ്റ്റോർ ചെയ്തിരിക്കണം. പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ അതിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ആയാൽ മാത്രമാണ് പിന്നെ ഒരു സമയത്ത് വീണ്ടും പ്രോസസ്സിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇത് കോസ്റ്റ്ലി എന്ന് പറയുന്നത്. സോ നമ്മൾ അത്രയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ വെൻ കമ്പയർ ടു നോൺ പ്രിഎംപ്റ്റീവ് ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഡാറ്റ ഷുഡ് ബി ഇൻകൺസിസ്റ്റന്റ്. Preemption is also has an effect of the design of operating system kernel. Preemption in kernel must be avoided. നമ്മൾ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി പ്രിയംപ്റ്റ് ചെയ്യുന്ന സമയത്ത് there is a changes may occur in the kernel. കേർണൽ സൈഡിലെ പ്രോഗ്രാംസ് ഒക്കെയാണ് റൺ ചെയ്യുന്നതെങ്കിൽ അതിൽ ചേഞ്ചസ് ഒക്കെ അറിയാൻ ചാൻസസ് കൂടുതലാണ്. കേർണൽ എന്ന് പറഞ്ഞാൽ അറിയാലോ കോർ പാർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ അതിലെ ചില പ്രോഗ്രാംസിൽ നമുക്ക് ഒരിക്കലും ചേഞ്ചസ് ചെയ്യാൻ പെർമിഷൻ ഒന്നുമില്ല. സോ അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി CPU വേറെ പ്രോസസ്സ് അലോട്ട് ചെയ്യുന്ന സമയത്ത് കേർണലിലുള്ള പ്രോഗ്രാംസിനൊക്കെ ചേഞ്ചസ് സംഭവിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിസ്പാച്ചർ. വാട്ട് ഈസ് മീൻ ബൈ എ ഡിസ്പാച്ചർ? Dispatcher is the module that gives the control of the CPU to the process selected by the short-term scheduler. Dispatcher എന്ന് പറഞ്ഞാൽ that's the module which gives the control of the CPU to the process. CPUവിൻ്റെ കൺട്രോൾ ഒരു പ്രോസസ്സിനെ അലോട്ട് ചെയ്യുന്ന ആ ഒരു വർക്ക് ചെയ്യുന്ന മൊഡ്യൂളിനെ പറയുന്ന പേരാണ് ഡിസ്പാച്ചർ. ഡിസ്പാച്ച് ചെയ്ത ആ ഒരു മൊഡ്യൂളാണ് ഡിസ്പാച്ചർ. അതായത് ഓരോ പ്രോസസ്സിനും CPUവിനെ അലോട്ട് ചെയ്യുന്നത് ഡിസ്പാച്ചറാണ്. ഡിസ്പാച്ചർ ഇൻവോൾവ്സ് സ്വിച്ചിങ് ദ കോണ്ടെക്സ്റ്റ്, ദാറ്റ് ഈസ് സ്വിച്ചിങ് ദ CPU ഫ്രം വൺ പ്രോസസ് ടു അനദർ. ഡിസ്പാച്ചറിൻ്റെ ഫങ്ഷൻസ്, ഡിസ്പാച്ചറിൻ്റെ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് സ്വിച്ചിങ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആണ്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു CPUവിനെ ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലേക്ക് CPUവിനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ട് വേണം അടുത്ത പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം. ആൻഡ് സ്വിച്ചിങ് ടു യൂസർ മോഡ്, ഡിസ്പാച്ചറിൻ്റെ അനദർ ഫംഗ്ഷനാണ് നമ്മളൊരു when the system is in the kernel mode, dispatcher switches the kernel mode to user mode. കേർണൽ മോഡിനെയും യൂസർ മോഡിനെയും തമ്മിലുള്ള സ്വിച്ചിങ്സ് പെർഫോം ചെയ്യുന്നത് ഡിസ്പാച്ചറാണ് ആൻഡ് ഷുഡ് ബി ഫാസ്റ്റസ്റ്റ് ആസ് പോസിബിൾ. അപ്പോൾ ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൊഡ്യൂൾ ദാറ്റ് അലോക്കേറ്റ് CPU ടു ദ പ്രോസസ്. And second thing is switching to user mode. Kernel mode and user mode, like user mode, kernel mode, switching the operating dispatcher and dispatcher should be very fast. Okay. Next is dispatcher latency. What is meant by a dispatcher latency? It is a time taken for the dispatcher to stop one process and start another process. Execution is known as dispatcher latency. അതായത് നമ്മൾ പ്രോസസ്സ് റൺ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സ് അതിലേക്ക് ലോഡ് ചെയ്ത് ആ ഒരു CPU ആ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള ഒരു ഡിലേ, ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു ഡിലേ, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പാച്ചർ ലാറ്റൻസി. ആ ഡിസ്പാച്ചർ എത്രയോ ഫാസ്റ്റ് ആവണമെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിരിക്കണം. പെട്ടെന്ന് തന്നെ പ്രോസസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോപ്പ് ചെയ്ത് വേറെ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടേക്ക് അപ്ലോഡ് ചെയ്ത് റെഡി ആയിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡിസ്പാച്ചർ ചെയ്യുന്നത്. സോ അതിലുള്ള ഡിലേനെയാണ് പറയുന്നത് ഡിസ്പാച്ചർ ലാറ്റൻസി. ഓക്കെ, is the time taken for the dispatcher to stop one process and start another process execution. ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഡിലേയിങ് ആണ് ഡിസ്പാച്ചർ ലാറ്റൻസി. ക്ലിയർ? സോ ഡിസ്പാച്ചറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഉള്ള പ്രോസസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സേവ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസിനെയും അതിലേക്ക് ലോഡ് ചെയ്യാം. ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. പിന്നെ പറയുന്നത് കേർണൽ സ്വിച്ചിങ് ആണ്. കേർണലും യൂസർ മോഡും തമ്മിലുള്ള സ്വിച്ചിങ്സും പെർഫോം ചെയ്യുന്ന ഡിസ്പാച്ചറാണ്. പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വേണം പെർഫോം ചെയ്യാൻ. ആൻഡ് ദർ ഇസ് എ ലാറ്റൻസി ദാറ്റ് ഇസ് കോൾഡ് ഡിസ്പാച്ചർ ലാറ്റൻസി. ദ ടൈം ടേക്കൺ ഫോർ ദ ഡിസ്പാച്ചർ ടു സ്റ്റോപ്പ് വൺ പ്രോസസ് ടു ആൻഡ് സ്റ്റാർട്ട് അനദർ പ്രോസസ് എക്സിക്യൂഷൻ ഈസ് നോൺ ആസ് ഡിസ്പാച്ചർ ലാറ്റൻസി. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. എന്തൊക്കെയാണ് നമ്മുടെ ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയാസ്? നമ്മളൊരു പ്രോസസ്സ് CPU ഷെഡ്യൂൾ ചെയ്യണതിന് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? സോ ദർ ആർ 5 values. One is CPU utilization.
ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ CPU യൂട്ടിലൈസേഷൻ ആണ്. ദറ്റ് ഈസ് കീപ് CPU ആസ് ബിസി ആസ് പോസിബിൾ. നമ്മൾ എപ്പോഴും CPUവിനെ ബിസി ആയിട്ട് വെക്കണം. സോ ആ ക്രൈറ്റീരിയ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കണം CPU പ്രോസസ്സിനെ അലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്രൈറ്റീരിയ is CPU യൂട്ടിലൈസേഷൻ. ഓൾവേസ് CPU ഷുഡ് ബി വെരി ബിസി. എന്താ ഇങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം ഒരു പ്രോസസ്സിന് 2 ടൈം സൈക്കിൾ ഉള്ളത്. ഒന്ന് CPU ടൈം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റിംഗ് ടൈം. സോ ചില പ്രോസസ്സിന് ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റിംഗ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം അങ്ങനെയുള്ള പ്രോസസ്സുകളാണെങ്കിൽ CPU ഐഡിലായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് വേറെ പ്രോസസ്സിനെ CPU അലോട്ട് ചെയ്ത് കൊടുക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും CPUവിനെ ബിസി ആയിട്ട് വെക്കുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക. CPU യൂട്ടിലൈസേഷൻ ഷുഡ് ബി വെരി മാക്സിമം ഹൈ. And the second is throughput. What is meant by throughput? It is the number of a process completed per a unit time. Throughput should be very high. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ നമ്പർ ഓഫ് പ്രോസസ് ഷുഡ് കംപ്ലീറ്റഡ് പെർ എ യൂണിറ്റ് ടൈം ഷുഡ് ബി വെരി ഹൈ ഓർ ഷുഡ് ബി മാക്സിമം. നമ്മളെപ്പോഴും ത്രൂപുട്ട് ഹൈ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പെർഫോമൻസ് ഹൈ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പ്രോസസ് കംപ്ലീറ്റഡ് പെർ എ യൂണിറ്റ് ടൈം. ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ടൈമിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടേൺ അറൗണ്ട് ടൈം. The interval from the time of submission of a process to the process time of completion is the turnaround time. Turnaround time it is the interval from the time of submission of a process to the time of completion is the turnaround time. അതായത് നമ്മളൊരു പ്രോസസ്സിനെ സബ്മിറ്റ് ചെയ്ത ആ ടൈം മുതൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ടൈം വരെയുള്ള സമയത്തെ വിളിക്കുന്നവരാണ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, അതായത് ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് സബ്മിറ്റ് ചെയ്തിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മൊത്തം ടൈമിനെ വിളിക്കുന്നവരാണ് ടേൺ അറൗണ്ട് ടൈം. ക്ലിയർ? നെക്സ്റ്റ് ഈസ് വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം ഈസ് ദ സം ഓഫ് ദ പീരീഡ് സ്പെൻഡ് വെയിറ്റിംഗ് ടു റെഡി ഇൻ ദ റെഡി ക്യൂ. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സിനെ റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര തവണ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വന്നു ആ ടൈംസിൻ്റെ സമ്മിനെയാണ് വെയിറ്റിംഗ് ടൈം പറയുന്നത്. വെയിറ്റിംഗ് ടൈം ഈസ് സം ഓഫ് എ പീരീഡ്സ് ദാറ്റ് സ്പെൻഡ് ഇൻ ദ വെയിറ്റിംഗ് റെഡി ക്യൂ. റെഡി ക്യൂവിൽ ഇങ്ങനെ CPUവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട സമയത്തിന് CPU കിട്ടാതെ ആ പ്രോസസ്സ് റെഡി ക്യൂവിൽ ഇങ്ങനെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിനാണ് വെയിറ്റിംഗ് ക്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റെസ്പോൺസ് ടൈം. ഇറ്റ് ഈസ് എ ടൈം ഫ്രം ദ സബ്മിഷൻ ഓഫ് എ റിക്വസ്റ്റ് until the first response is produced. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സ് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് എപ്പോഴാണ് ഫസ്റ്റ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് ടൈം ഇസ് കോൾഡ് റെസ്പോൺസ് ടൈം. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സാണ് ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയനെ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു CPU ഷെഡ്യൂളിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഓൾവേസ് CPU യൂട്ടിലൈസേഷൻ ആൻഡ് ത്രൂപുട്ട് ഷുഡ് ബി മാക്സിമം. ഓക്കെ, വി ഹാവ് ടു ട്രൈ ടു മാക്സിമൈസ് CPU യൂട്ടിലൈസേഷൻ ആൻഡ് ത്രൂപുട്ട് and should minimize the turnaround time, waiting time, minimum response time. Okay, നമുക്ക് എപ്പോഴും ഈ turnaround time should be less, waiting time should be less and response time should be less. കാരണം എന്താ? ഇതൊക്കെ കുറഞ്ഞാൽ മാത്രമാണ് പെട്ടെന്ന് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത പ്രോസസ്സിന് CPU അലോട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ CPU യൂട്ടിലൈസേഷൻ മാക്സിമം ആക്കിയാലാണ് CPU എല്ലാ പ്രോസസ്സിനും 100% യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോസസ് എക്സിക്യൂഷൻ, number of processes completed should be maximum. Okay, thank you.